The ingredients. Is the soup ready? Asked the old woman. Oh, no, not yet, said the young traveler. It's delicious and fulfilling. It's as tasty as you could ever imagine, but an onion or two would make it tastier. The old woman sliced some onions and added them into the pot with the soup stone. The aroma spread out through the window, drawing the attention of a neighbor. What are you cooking? He asked. Stone soup, the traveler said. Stone soup? I had never heard of such a thing, said the villager. Yes, it's a special soup. Do you have anything to add? The traveler asked. Yes, I have some turnips and beans, the neighbor replied. He ran home, brought them, and added to the pot. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്? ഈസ് ദ സൂപ്പ് റെഡി? സൂപ്പ് തയ്യാറായോ? ആസ് ദ ഓൾഡ് വുമൻ. ഓൾഡ് വുമണ് കൊതിയായിട്ട് വയ്യ അല്ലേ കഴിക്കാൻ. സോ ആസ്ക്ഡ് ദ ഓൾഡ് വുമൺ ചോദിച്ചു. ഓ നോ നോട്ട് യെറ്റ്. ഓ ഇല്ല ആയിട്ടില്ല. സെഡ് ദ യങ് ട്രാവലർ. ഇറ്റ്സ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ്. ഇത് വളരെ രുചികരവും അതുപോലെ തന്നെ നന്നായി നമുക്ക് തൃപ്തി തരുന്നതുമാണ്. ഇറ്റ്സ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമാണ് ഇതിൻ്റെ രുചി. ബട്ട് ആൻ അനിയൻ ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. പക്ഷേ ഒന്നോ അതിൽ രണ്ടോ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ സവാളയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമായിരുന്നു അതിൻ്റെ ടേസ്റ്റ് എന്നാണ് നമ്മുടെ ട്രാവലർ പറയുന്നത്. ദ ഓൾഡ് വുമൺ സ്ലൈസ് സം ഓണിയൻസ് ആൻഡ് ആഡഡ് ദം ഇൻ ടു ദ പോട്ട് വിത്ത് ദ സൂപ്പ് സ്റ്റോൺ. അപ്പോൾ നമുക്കറിയാം ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ വുമണാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ അനിയൻസൊക്കെ സവോളൊക്കെ അരിഞ്ഞ് സ്ലൈസ് ആക്കിയിട്ട് അവരെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സൂപ്പ് സ്റ്റോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ദ അരോമ സ്പ്രെഡ് ഔട്ട് ത്രൂ ദ വിൻഡോ ഡ്രോയിങ് ദ അറ്റൻഷൻ ഓഫ് എ നെയ്ബർ. അപ്പോൾ ഈ നമ്മുടെ അരോമ മീൻസ് നല്ല സ്വീറ്റ് സ്മെല്ല്, നല്ല മധുരമുള്ള സ്മെല്ല്, ഇതിൻ്റെ രുചികരമായ സ്മെല്ല്, ഈ സൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ രുചികരമായ സ്മെല്ല് ഇങ്ങനെ വിൻഡോയിലൂടെ ജനലിലൂടെ പുറത്തേക്ക് പോവുകയാണ്. ആ സ്മെല്ല് ആരുടെ അറ്റൻഷൻ നേടിയെടുത്തു? ഒരു നെയ്ബറുടെ, ഒരു അയൽവാസി ഇതിൻ്റെ മണം കേട്ട് ചോദിക്കുകയാണ്. വാട്ട് ആർ യു കുക്കിംഗ്? ഹി ആസ്ക്ഡ്. നിങ്ങൾ എന്താണ് തയ്യാറാക്കുന്നത്? സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ സെഡ്. സ്റ്റോൺ സൂപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. സ്റ്റോൺ സൂപ്പ്? ഐ ഹാഡ് നെവർ ഹേർഡ് ഓഫ് സച്ച് എ തിങ്, സെഡ് ദ വില്ലേജർ. അപ്പോൾ എന്താ പറഞ്ഞത്? ഗ്രാമവാസി എന്ത് പറഞ്ഞു? സ്റ്റോൺ സൂപ്പോ? ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സംഗതി കേട്ടിട്ടില്ലല്ലോ. യെസ്, ഇറ്റ്സ് എ സ്പെഷ്യൽ സൂപ്പ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്? ഇതൊരു സ്പെഷ്യൽ സൂപ്പാണ്, ഒരു പ്രത്യേകതരം സൂപ്പാണ്. നിങ്ങളടുത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതിലേക്ക്? ദ ട്രാവലർ ആസ്ക്ഡ്. യെസ്, ഐ ഹാവ് സം ടേണിപ്സ് ആൻഡ് ബീൻസ്, ദ നെയ്ബർ റിപ്ലൈഡ്. അപ്പോൾ ആ നെയ്ബർ പറഞ്ഞു എന്ത്? യെസ്, എൻ്റെ അടുത്ത് കുറച്ച് ടേണിപ്സും അതുപോലെ തന്നെ ബീൻസും ഉണ്ട്. 2 ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് ആണ്, തരത്തിലുള്ള പച്ചക്കറികളാണ് ടേണിപ്സും ബീൻസും. ഹി റാൻ ഹോം, ബ്രോട്ട് ദം ആൻഡ് ആഡഡ് ടു ദ പോട്ട്. അങ്ങനെ വീട്ടിലേക്ക് അയാൾ ഓടിപ്പോയിട്ട് ഈ ടേണിപ്സും ബീൻസൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ട്രാവലർ ഉണ്ടാക്കുന്ന സ്റ്റോൺ സൂപ്പിലേക്ക് ഇട്ടു. വൈ ഡിഡ് ദ നെയ്ബർ കം ടു ദ വുമൻസ് ഹൗസ്? എന്തുകൊണ്ടാണ് ആ അയൽവാസി ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നത്? വാട്ട് അതർ ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി ആഡഡ് ടു മേക്ക് ദ സൂപ്പ് ബെറ്റർ? ഇനി മറ്റുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്താലാണ്, എന്തൊക്കെ തരത്തിലുള്ള ചേരുവകൾ ചേർത്താൽ ഈ സൂപ്പിനെ കുറച്ചും കൂടെ നന്നാക്കാം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അടുത്ത സബ് ഹെഡിങ് ആണ് ദ ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ആകാംക്ഷ. ടു നോ സംതിങ്, നമുക്ക് അറിയാനുള്ള ആഗ്രഹം, അതിനാണ് ദ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. The villagers started talking about the strange dish stone soup. One by one, they followed the delicious aroma. Is the soup ready? Asked the villagers. Oh, no, not yet, said the young traveler. This soup is good, but a carrot or two would make it tastier. I will go and get some carrots from my garden, said a young lady. She pulled out some fresh carrots from her garden and brought it back to the old woman's house. Then she chopped and added them to the soup. The traveler stirred the soup round and round. As he stirred, he hummed a little tune. നോക്കാം. വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രേഞ്ച് ഡിഷ് സ്റ്റോൺ സൂപ്പ്. അങ്ങനെ ഒരു നെയ്ബർ ഓൾറെഡി അറിഞ്ഞല്ലോ. അപ്പോൾ വീണ്ടും ഓരോരുത്തർ അറിഞ്ഞ് ഈ ഗ്രാമവാസികളെല്ലാം ഈ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള സ്റ്റോൺ സൂപ്പിനെ പറ്റിയിട്ട് സംസാരിക്കാൻ തുടങ്ങി. വൺ ബൈ വൺ ദേ ഫോളോഡ് ദ ഡെലീഷ്യസ് അരോമ. ഓരോരുത്തരായിട്ട് ഈ നല്ല സ്വീറ്റ് സ്മെല്ല് ഫോളോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ മണം പിടിച്ച് ഇവർ ഓരോരുത്തർ വന്നു. ഈസ് ദ സൂപ്പ് റെഡി?
ആസ് ദ വില്ലേജസ്. ഇപ്പം ആദ്യം ഓൾഡ് വോൺ മാത്രമേ ഇത് ചോദിച്ചിരുന്നു. ഇപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയത് സൂപ്പ് റെഡിയായോ? ഓ നോ നോട്ട് യെറ്റ് സെഡ് ദ യങ് ട്രാവലർ. പക്ഷേ ആയിട്ടില്ലെന്ന് നമ്മുടെ യങ് ട്രാവലർ പറയുകയും ചെയ്തു. ദിസ് സൂപ്പ് ഈസ് ഗുഡ് ബട്ട് എ ക്യാരറ്റ് ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. ഈ സൂപ്പ് നല്ലതാണ്, പക്ഷേ ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും അതുപോലെ 1-2 ക്യാരറ്റൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു, കുറച്ചും കൂടെ ടേസ്റ്റ് രുചികരമാക്കാമായിരുന്നു നമ്മുടെ യങ് ട്രാവലർ പറയണം. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ സെഡ് എ യങ് ലേഡി. അപ്പോൾ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ പറഞ്ഞു, ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. എൻ്റെ ഗാർഡനിൽ നിന്ന് ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ കൊണ്ടുവരാം, ഞാൻ പോയിട്ട് കുറച്ച് ക്യാരറ്റ് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഷീ പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ഹർ ഗാർഡൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദ ഓൾഡ് വുമൺസ് ഹൗസ്. അങ്ങനെ അവളുടെ ഗാർഡനിൽ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ഈ ഓൾഡ് വുമൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു. ദെൻ ഷീ ചോപ്ഡ് ആൻഡ് ആഡഡ് ദം ടു ദ സൂപ്പ്. എന്നിട്ടത് അവൾ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തിട്ട് സൂപ്പിലേക്ക് ഇട്ടു. ദ ട്രാവലർ സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ഇതൊക്കെ ഇടുമ്പോൾ നമ്മുടെ ട്രാവലർ ഇങ്ങനെ എന്ത് ചെയ്യണം, സൂപ്പ് ഇങ്ങനെ വട്ടത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, റൗണ്ട് ആൻഡ് റൗണ്ടിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അവൻ? ആസ് ഹി സ്റ്റിർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവനിങ്ങനെ ഒരു ട്യൂൺ, ഒരു മൂളിപ്പാട്ടും പാടുന്നുണ്ട്. വാട്ട് ഹാപ്പൻ വെൻ ദ സൂപ്സ് അരോമ സ്പ്രെഡ്. ഈ നല്ല സൂപ്പിൻ്റെ നല്ല സ്വീറ്റ് സ്മെല്ല് സ്പ്രെഡ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഓൺ റീച്ചിങ് ദ ഗാർഡൻ വാട്ട് ഡിഡ് ദ ലേഡി ഡു. ആ പൂന്തോട്ടത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ ആ ഗാർഡനിലെത്തിയപ്പോൾ, വെജിറ്റബിൾ ഗാർഡനാണ്, ഗാർഡനിലെത്തിയപ്പോൾ ആ സ്ത്രീ എന്താണ് ചെയ്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് സബ് ഹെഡിങ് ആണ് ദ ഹാപ്പിനെസ്, സന്തോഷം. ഈസ് ദി സൂപ്പ് റെഡി ആസ്ക്ഡ് അനദർ വില്ലേജർ. ഓ നോ നോട്ട് യെറ്റ് സെഡ് ദ യങ് ട്രാവലർ. ദിസ് സൂപ്പ് ഈസ് ഡെലീഷ്യസ് ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ് ഈവൻ ബെറ്റർ. Hearing this, an old farmer went to his house and brought a chicken. The old woman and the traveler cut the chicken and put it into the pot along with the carrots, the onions, and the soup stone. Finally, the young traveler sprinkled spices into the pot. He stirred the soup round and round. As he stirred, he hummed a little tune. അപ്പോൾ നോക്കാം. ഈസ് ദി സൂപ്പ് റെഡി? വീണ്ടും ചോദിച്ചു മറ്റൊരു വില്ലേജർ, മറ്റൊരു ഗ്രാമവാസി ചോദിച്ചു, സൂപ്പ് തയ്യാറായോ? ഓ നോ നോട്ട് യെറ്റ്, ഇല്ല ആയിട്ടില്ല. സെഡ് ദ യങ് ട്രാവലർ പറഞ്ഞു. ദി സൂപ്പ് ഈസ് ഡെലീഷ്യസ്. ഈ സൂപ്പ് വളരെ രുചികരമാണ്. ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ് ഈവൻ ബെറ്റർ. പക്ഷെ ഒരു ചിക്കൻ ഇടുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായി ടേസ്റ്റ് കൂടുമായിരുന്നു എന്ന് പറയുന്നു. ഹിയറിങ് ദിസ്, ഇത് കേട്ട ഉടനെ ആൻ ഓൾഡ് ഫാമർ, ഒരു വൃദ്ധനായ കൃഷിക്കാരൻ, വെൻ ടു ഹിസ് ഹൗസ്, വീട്ടിലേക്ക് പോയി, ആൻഡ് ബ്രോട്ട് എ ചിക്കൻ, എന്തിനു കൊണ്ടുവന്നു? ഒരു ചിക്കനെ കൊണ്ടുവന്നു. ദ ഓൾഡ് വുമൺ ആൻഡ് ദ ട്രാവലർ കട്ട് ദ ചിക്കൻ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട് അലോങ് വിത്ത് ദ ക്യാരറ്റ്സ്, ദ അണിയൻസ് ആൻഡ് ദ സൂപ്പ് സ്റ്റോൺ. അപ്പോൾ എന്താ ചെയ്തത്? ആ വൃദ്ധയായ സ്ത്രീ എന്ത് ചെയ്തു? വൃദ്ധയായ സ്ത്രീയും നമ്മുടെ ഈ ട്രാവലറും കൂടി ചിക്കനെല്ലാം കട്ട് ചെയ്ത് അതൊരു പാത്രത്തിലേക്കിട്ട്, എന്തിൻ്റെ കൂടെ? നമ്മുടെ ക്യാരറ്റ് ഇട്ട, അതുപോലെ സവാള അരിഞ്ഞിട്ട സ്റ്റോൺ സൂപ്പിലേക്ക് ഇവർ ചിക്കനെയും കൂടി ആഡ് ചെയ്തു. ഫൈനലി ദ യങ് ട്രാവലർ സ്പ്രിങ്കിൾ സ്പൈസസ് ഇൻ ടു ദ പോട്ട്. ലാസ്റ്റ് എന്താ ചെയ്തത്? അവസാനം നമ്മുടെ യങ് ട്രാവലർ കുറച്ച് സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തു, ചിതറി ഇങ്ങനെ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്തിട്ടു. ലാസ്റ്റ് ഇടുന്ന നമ്മൾ സൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ലാസ്റ്റാണ് നമ്മുടെ സ്പൈസസ് സ്പ്രെഡ് ചെയ്യുക, അല്ലേ? ഈ സ്റ്റിഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. എന്നിട്ട് റൗണ്ട് ആൻഡ് റൗണ്ടിൽ, വട്ടത്തിൽ ഈ യങ് ട്രാവലർ സൂപ്പ് ഇളക്കിക്കൊണ്ടിരുന്നു. ആസ് ഈ സ്റ്റിർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അവനൊരു മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്. വാട്ട് ഡിഡ് ദേ ഡു വിത്ത് ദ ചിക്കൻ? എന്താണ് അവർ ചിക്കനായിട്ട് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ നോക്കാം ലാസ്റ്റ് ഭാഗം. ദ ടേസ്റ്റി സൂപ്പ്, രുചികരമായ സൂപ്പ്. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ്, ഈസ് ദിസ് സൂപ്പ് റെഡി? ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്, said the young traveler, licking his lips. Now the soup is ready to serve, he announced. The old woman hurried to get a few bowls. The young traveler took the stone out of the pot, cleaned it, and put it in his pocket. Then the traveler poured the soup into the bowls on the table. The villagers tasted the soup and exclaimed,
It is really delicious. അപ്പോൾ എന്താ നോക്കാം. After a few minutes, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം the villagers asked, ഗ്രാമവാസികൾ ചോദിച്ചു, is the soup ready? സൂപ്പ് തയ്യാറായോ? It smells good and tastes good. ഇത് നല്ല മണമുണ്ട്, അതുപോലെ നല്ല രുചിയുണ്ട്. said the young traveler licking his lips. അവൻ്റെ ചുണ്ടുകൾ നനച്ചുകൊണ്ട് അല്ലെങ്കിൽ ചുണ്ടുകൾ നക്കിക്കൊണ്ട് യങ് ട്രാവലർ പറഞ്ഞു. now the soup is ready to serve. അപ്പോൾ രുചി നോക്കിയതാണ് യങ് ട്രാവലർ. അപ്പോൾ ഇപ്പോൾ ഈ സൂപ്പ് നിങ്ങൾക്ക് വിളമ്പാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു എന്ന് അവൻ അനൗൺസ് ചെയ്തു, പ്രഖ്യാപിച്ചു. ദ ഓൾഡ് വുമൺ ഹറി ടു ഗെറ്റ് എ ഫ്യൂ ബൗൾസ്. അപ്പോൾ ഓൾഡ് വുമൺ എന്ത് ചെയ്തു, കുറേ പാത്രങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്നു, ബൗൾസ് എടുത്തു കൊണ്ടുവന്നു. ദ യങ് ട്രാവലർ ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ പോട്ട്. അപ്പോൾ എന്താ ചെയ്തത്, നമ്മുടെ യങ് ട്രാവലർ ആ പാത്രത്തിലുണ്ടായിരുന്ന സ്റ്റോണ് പുറത്തെടുത്തു, എന്നിട്ട് ക്ലീൻഡ് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഹിസ് പോക്കറ്റ്സ്. അതേപോലെ തന്നെ അത് നന്നായി കഴുകി വൃത്തിയാക്കി സ്റ്റോണിനെ, ആ കല്ലിനെ എടുത്ത് പോക്കറ്റിൽ വെച്ചു. ദെൻ ദ ട്രാവലർ poured the soup in the bowls on the table. എന്നിട്ട് ഈ ട്രാവലർ എന്ത് ചെയ്തു, യാത്രക്കാരൻ എന്ത് ചെയ്തു, സൂപ്പ് പാത്രത്തിലൊക്കെ ആ ടേബിളിലിരിക്കുന്ന ബൗൾസിലൊക്കെ വിളമ്പി. The villagers tasted the soup and exclaimed, "It's really delicious." അപ്പോൾ വില്ലേജേഴ്സ് എല്ലാവരും ആ സൂപ്പ് കുടിച്ച് ടേസ്റ്റ് നോക്കിയോണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇറ്റ്സ് റിയലി ഡെലീഷ്യസ്, ഇത് വളരെ രുചികരമാണല്ലോ എന്ന്. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് വിച്ച് ഷോസ് ദാറ്റ് ദ സൂപ്പ് ഈസ് വെരി ടേസ്റ്റി. അപ്പോൾ ഏതൊക്കെ സെൻറ്റൻസാണ് ഈ സൂപ്പ് ടേസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് വിച്ച് ഷോ ദാറ്റ് ദ സൂപ്പ് ഈസ് വെരി ടേസ്റ്റി. അപ്പോൾ ഇറ്റ്സ് റിയലി ഡെലീഷ്യസ് എന്നൊക്കെ വില്ലേജേഴ്സ് പറയുന്നു. നോക്കാം, ലാസ്റ്റ് ഭാഗം ഇതാണ്. ദ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവ്, ഒരു ഉൾബോധം എന്നൊക്കെ നമ്മൾ പറയും. We would also like to make this soup. Where can we get such a magic stone? asked a villager. The traveler smiled and took the stone out of his pocket and said, "Look, it's just an ordinary stone. The soup tasted good because of all the yummy vegetables and chicken you shared." The villagers were surprised. The making of the soup brought the villagers together. From that day onwards, they shared the food and lived happily ever after. അപ്പോൾ എന്താണ് തിരിച്ചറിവുണ്ടായത്? ദ റിയലൈസേഷൻ. വാട്ട് ഈസ് ദ റിയലൈസേഷൻ? വി വുഡ് ആൾസോ ലൈക്ക് ടു മേക്ക് ദിസ് ഞങ്ങൾക്ക് ഇതുപോലത്തെ സൂപ്പ് ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ഇതുപോലത്തെ സൂപ്പ് ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്. വേർ ക്യാൻ വി ഗെറ്റ് സച്ച് എ മാജിക് സ്റ്റോൺ? എവിടെയാണ് ഇത്ര ഒരു മാജിക് സ്റ്റോൺ, ഇങ്ങനെയുള്ള മാന്ത്രിക കല്ല് കിട്ടുക? ആസ്ക്ഡ് എ വില്ലേജർ. ഒരു ഗ്രാമവാസി ചോദിച്ചു. ദ ട്രാവലർ സ്മൈൽഡ് ആൻഡ് ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് സെഡ്. എന്താണ് അപ്പോൾ നമ്മുടെ ട്രാവലർ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും ആ കല്ലെടുത്തുകൊണ്ട് പറഞ്ഞു, ലുക്ക്, ഇറ്റ്സ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. നോക്കൂ, ഇതൊരു സാധാരണ കല്ലാണ്. ദ സൂപ്പ് ടേസ്റ്റഡ് ഗുഡ്. ഈ സൂപ്പിന് രുചികരമായത് അല്ലെങ്കിൽ സൂപ്പ് നന്നായത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഓൾ ദ യമ്മി വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ യു ഷെയർഡ്. നിങ്ങൾ കൊണ്ടുവന്ന് തന്ന നല്ല രുചികരമായ പച്ചക്കറികളും അതുപോലെ ചിക്കനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത ആ ചിക്കനും എല്ലാം ആണ് ഇതിനെ രുചികരമാക്കിയത്. ദ വില്ലേജേഴ്സ് വാസ് സർപ്രൈസ്. വില്ലേജേഴ്സ്, ഗ്രാമവാസികളെല്ലാം സ്തബ്ധരായി. ദ മേക്കിംഗ് ഓഫ് ദ സൂപ്പ് ബ്രോട്ട് ദ വില്ലേജേഴ്സ് ടുഗെദർ. അപ്പോൾ ഇവർക്ക് മനസ്സിലായ കാര്യം അല്ലേ? അപ്പോൾ ഈ ഒരു സൂപ്പ് ഉണ്ടാക്കിയതിലൂടെ ഈ വില്ലേജേഴ്സ് എല്ലാം തന്നെ ഒരുമിക്കുകയാണ് ചെയ്തത്. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ്, അന്ന് മുതൽ ദേ ഷെയർഡ് ദ ഫുഡ് ആൻഡ് ലിവ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ഇതുവരെ ഉണ്ടായിരുന്ന പോലെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഇതൊരു അൺഫ്രണ്ട്ലി വില്ലേജ് ആണെന്ന് തോന്നുന്നൊക്കെ നമ്മുടെ യങ് ട്രാവലർ കണ്ടുപിടിച്ചത് അങ്ങനെയായിരുന്നു. കാരണം ഇവരെല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി വിൻഡോയും ക്ലോസ് ചെയ്ത് ഡോറും ക്ലോസ് ചെയ്ത് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ക്യാരക്ടേഴ്സായിരുന്നു. പക്ഷെ നമ്മുടെ യങ് ട്രാവലർ വന്നതോടെ ഈ സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കുന്നതിലൂടെ ഇവർ എന്ത് പഠിച്ചു? പരസ്പരം ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു സുഖം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്ത് ഫുഡാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങും പരസ്പരം ഷെയറിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് നടക്കും? എല്ലാ കാര്യങ്ങളും ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഫുഡാണെങ്കിൽ രുചികരമായിരിക്കും. അപ്പോൾ ഇതുവരെ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ദേ ഷെയർ ദ ഫുഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി.